ബിന്ദുജിയുടെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ പേര് കുട്ടു എന്ന് ഞാൻ കേട്ടു. ശരി, ഹസ്ബൻഡിന്റെ പേര് കുഞ്ഞിന്റെ പേരാണ് കുക്കു. കുഞ്ഞിന്റെ പേര്? ആ, എന്റെ കുഞ്ഞിനെ പോലെയാണ് കുക്കു. കുക്കു കുക്കു എന്ന് ഞാൻ പറയുന്നില്ലേ, ദേ ഇതാണ് എന്റെ കുക്കു കേട്ടോ. ഇത് ഷിറ്റ്സു ബ്രീഡാണ്. ഇപ്പൊ ഹെയർ കട്ടൊക്കെ ചെയ്ത് മുട്ടയായിട്ടിരിക്കുക. പക്ഷെ ഇതാണ് എന്റെ കുക്കു കേട്ടോ, എന്റെ ബേബി. ചന്ദനമഴ സീരിയലാണോ ബിന്ദുജയാക്കി മാറ്റിയത്? എനിക്കൊരു ഐഡന്റിറ്റി തന്നത് ചന്ദനമഴ തന്നെയാണ്. തുടക്കത്തില് ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ആക്ടിങ് കാരണമൊന്നും ആയിരിക്കില്ല, എന്റെ ചിലപ്പോ അപ്പിയറൻസ് കാരണം. തമിഴ് എനിക്ക് ശരിക്കും ചന്ദനമഴ കണ്ടിട്ട് തന്നെയാണ് വിളിച്ചത്. തമിഴില് 2 സീരിയല് ചെയ്തു. ഒന്ന് സൺ ടിവിയില്, വേറൊരെണ്ണം വിജയ് ടിവിയില്. ഇപ്പൊ തെലുഗു ചെയ്യുന്നു. 3 വർഷമായി തെലുഗു ചെയ്യുന്നു. ഇതൊരു എക്സ്ക്ലൂസീവ് കട്ട് ചെയ്തോ? ഹലോ, എന്തൊക്കെ പറഞ്ഞാതറിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശത്രുവാണ്. എനിക്കല്ല കൂടുതൽ ദ്രോഹം കിട്ടിയിട്ടുള്ളത്, മേഘനയ്ക്കാന്ന് തോന്നല്ലേ. എന്തുകൊണ്ട് ബിന്ദുജനെ ചെയ്തില്ലെന്നോ? ഞാനിപ്പോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എക്സ്പോസ് ചെയ്ത ഒരു വീഡിയോ ഇടുമ്പോഴും അതിന്റെ അകത്ത് ഇങ്ങനെ താഴെ വന്ന ആൾക്കാർ കമന്റ് ചെയ്യും, ഒരു ദിവസം എത്രയാ റേറ്റ്, കിട്ടുവോ, അത് കൊള്ളാവല്ലോ, ഇത് കൊള്ളാവല്ലോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലത് ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യാറില്ല, കാരണം അവരുടെ ഒരു കഴപ്പ് അവരങ്ങനെ പറഞ്ഞു തീർക്കുന്നു. ഞാൻ ചെയ്തോട്ടെ. കാശിക്ക് പോണമെങ്കിൽ നമ്മൾ ശിവനെ കാണാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ശിവൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കണം. ഞാനൊരു വലിയൊരു ഡിവോട്ടിയാണ് ശിവയുടെ. ഇപ്പൊ വെരി റീസെന്റ് ഞാൻ കാശിക്ക് പോയി. ദിവസം 150 ശരീരമാണ് അവിടെ ദിവസവും കത്തുന്നത്. ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, പൈസയ്ക്ക് വേണ്ടി, ഈ ഫെയിമിന് വേണ്ടി, പലതിനും വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന ആൾക്കാരുണ്ട്. പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ഈ അടക്കി പിടിച്ചിരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് ഒരാളിൽ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ശരിക്കും എക്സ്പെക്ടേഷൻ കിൽസ്. ഒരാളെ നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മരണത്തിന് തുല്യമാണ്. നമ്മൾ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാണ് നമ്മുടെ പാരന്റ്സ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ട് ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അത് വിഡിത്തമല്ലേ ശരിക്കും? നാളെ ഞാൻ എവിടെ ഇരിക്കും, എങ്ങനെയായിരിക്കും എന്റെ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഇരിക്കുന്ന മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യും. ഞങ്ങളുടെ ക്രൂ ആണെങ്കിൽ പോലും ഓരോ നിമിഷം ഞങ്ങൾ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാനാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ എനിക്ക് വല്ല ചായ വെള്ളം മേടിച്ചു തരുന്നതാണ് ഞാൻ വിചാരിച്ചത്. ചായ വേണം, കളർ വേണം. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. ഇതിനോടൊപ്പം ഉള്ളത് ചന്ദനമഴ സീരിയല് മലയാളി പ്രേക്ഷകർക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരു സീരിയൽ തന്നെയാണ്. അതിലൊരു കഥാപാത്രവും പിന്നീട് മോഡലായി, പിന്നീട് ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് എന്റെ മച്ചാനെ ഫുള്ള് ട്രാവലും കറക്കവും വൈബുമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള ബിന്ദുജിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മച്ചാനെ. പൊളിയല്ലേ? അടിപൊളി. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. അച്ഛൻ, അമ്മ, ഇപ്പം വെരി റീസെന്റ് ബ്രദറിന് കല്യാണം കഴിഞ്ഞു. ബ്രദറിന്റെ വൈഫ്, പിന്നെ എന്റെ കുക്കു. ബിന്ദുജിയുടെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ പേര് കുട്ടു എന്ന് ഞാൻ കേട്ടു. ശരി, ഹസ്ബൻഡിന്റെ അല്ല, അങ്ങനെയാണ് പറയണ്ടെങ്കിൽ കുഞ്ഞിന്റെ പേരാണ് കുക്കു. കുഞ്ഞിന്റെ പേര്? ആ, എന്റെ കുഞ്ഞിനെ പോലെയാണ് കുക്കു. വിവാഹമില്ലാതെ എന്റെ കുഞ്ഞാണ് കുക്കു. ഈ എനിക്ക് പെറ്റ്സിനെ അത്രമേൽ ഇഷ്ടമല്ല, എന്നാലും എന്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ വളർത്തുമ്പോൾ ഒരു മനുഷ്യൻ തരാത്ത സ്നേഹം തരുമോ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നെക്കാട്ടും എന്റെ അമ്മയ്ക്കാണ് അത് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനാണെങ്കിലും ബ്രദർ ആണെങ്കിലും എപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ, നമ്മൾ ഫുൾ ടൈം വീട്ടിലുണ്ടാവില്ല, നമ്മളുടെ വർക്കുമായിട്ട് നമ്മൾ പുറത്തു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും ഒരു കുഞ്ഞിനെ കിട്ടിയതുപോലെയാണ്, ഒരു മോനെ കൂടെ കിട്ടിയതുപോലെയാണ്. അമ്മ അവനെ മോനായിട്ട് തന്നെ പറയുള്ളൂ. മക്കൾ എത്ര പേരാന്ന് ചോദിച്ചാൽ 3 പേരാന്നാ പറയണേ. ഞാൻ, ബ്രദർ, പിന്നെ കുക്കു. മാക്സിമം കുക്കു ഉണ്ടാവും. ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അച്ഛനും അമ്മയും ലൊക്കേഷനിലോട്ട് കൊണ്ടുവരും. പക്ഷെ ഫുൾ ടൈം നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ട്രാവലിംഗ് ഒക്കെ പോവാണ്, റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോവാണെങ്കിൽ മാക്സിമം കുക്കു ഉണ്ടാവും. കാരണം അവന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ആൾക്ക് അവന്റെ ബ്രീഡ് ഷിറ്റ്സു ആണ്. ഷിറ്റ്സുവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിനുള്ള എല്ലാ ഒരു ഇമോഷൻസും അവനുണ്ട്. അപ്പൊ ഡിപ്രഷൻ, വിഷമം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം പനി വരാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞുകുട്ടിക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ എന്തൊക്കെയായിരിക്കും, എല്ലാ ഫീലിങ്സും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റില്ല. മാക്സിമം നമ്മൾ ഒപ്പം കൂട്ടും. നമ്മുടെ വൈബൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ശരിക്കും ഞാൻ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞ സംഭവം വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. മേ ബി ഒരു 3-4 ഒക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അതിലിത് സൂപ്പർ സെറ്റ്. ബിന്ദുജി വരുമ്പോ നമ്മുടെ സീരിയൽ ടീം ഒരു
വെറൈറ്റി കൊണ്ടുവന്നതാ. ആ, അടിപൊളി സെറ്റ്, നന്നായിട്ടുണ്ട്. ബിന്ദുജിയുടെ തുടക്കം സീരിയലിലൂടെ ആയിരുന്നു, മോഡലിംഗിലൂടെ ആയിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് റാം ഷോസ് ചെയ്തത് തുടക്കത്തില്. കുട്ടിക്കൂറ ഫേസ് ഓഫ് കേരള 2016 അത് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു, സീരിയല് കുറച്ചുകൂടി ആക്റ്റീവ് ആയത്. അതിന് മുമ്പും ചെയ്തിരുന്നു. സ്കൂള് കഴിഞ്ഞ ഒരു ടൈമില് 1-2 ചെറിയ ചെറിയ വേഷങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്റ്റീവ് ആയത് മോഡലിംഗ് എല്ലാം ചെയ്ത് അതിനുശേഷമാണ് കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നത്. ഇപ്പൊ ആ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ മോഡലിംഗിലോട്ടൊക്കെ വീട്ടുകാർ വിടാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ ഒരുപാട് മാറി. ആ വീട്ടിലാണെങ്കിലും ഓക്കെ ആയിരുന്നു? എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. അമ്മ ഡാൻസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വളരെ ചെറുതായിരുന്നപ്പോ ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും പാട്ടിനോട് വലിയ താല്പര്യമാണ്. അപ്പൊ രണ്ടുപേരും കലാപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടും അവർക്ക് പല സ്ഥലങ്ങളും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലല്ലോ. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് മോളെ എത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ റൈറ്റ് ലെഫ്റ്റ് ഒരു കവചം പോലെ അവര് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ലൈഫിൽ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ ലക്കാണ് ബിന്ദുജയ്ക്ക് ഒരു അപ്പനും അമ്മയും അങ്ങനെ സ്നേഹിക്കാനുള്ള കിട്ടിയത്, അല്ലേ? കാരണം മറ്റുള്ള വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ബിന്ദുജയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം. തീർച്ചയായിട്ടും. ഓക്കെ, ചന്ദനമഴ സീരിയലാണോ ബിന്ദുജയാക്കി മാറ്റിയത്? അതെ, തീർച്ചയായിട്ടും. ആ ഒരു ചന്ദനമഴയിലോട്ട് ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ അതിനു മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്നതാ ഞാൻ. മലയാളത്തിൽ തന്നെ ചെറിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ, നായകന്റെ അനിയത്തി, നായകന്റെ മോള്, അങ്ങനെയൊക്കെ അങ്ങനെ വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ചന്ദനമഴയിലോട്ട് കോള് വരുന്നത്. അതിൽ തന്നെ അഭിഷേക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തപ്പം ട്രോളിലൂടെ ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ചന്ദന. അപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും അതിലെ മിക്ക ക്യാരക്ടേഴ്സും. അഭിഷേക് എന്ന് പറഞ്ഞിട്ട് അതില് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ നായകന്റെ ബ്രദറിന്റെ ക്യാരക്ടർ ചെയ്ത പ്രജീഷ് ഏട്ടനാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാരക്ടർ ഉണ്ട്, അതിലെ മെയിൻ നായിക കുറച്ച് അവരുടെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം മാറുവാണ്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് ആക്ടിങ് കേട്ടപ്പോഴും ചന്ദനമഴ എന്ന സീരിയൽ ആ ടൈമിൽ ഹൈപ്പല്ലായിരുന്നോ? അതെ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സീരിയൽ അധികം അപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് സീരിയലിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോഴും പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ TV വെക്കുവാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് സീരിയൽ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്ത് അങ്ങനെ അധികം TV ഒന്നും കാണാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ വലിയ ധാരണ ഇല്ലായിരുന്നു സീരിയലിനെ കുറിച്ച്, എത്രത്തോളം ഹൈപ്പുള്ള സീരിയലാണ്. പക്ഷെ എല്ലാരും കാണുന്ന സീരിയലാണ് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ സീരിയൽ എന്താണ് ഇപ്പം ഏതുവരെ കഥ എത്തിയെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ച സമയത്ത് റീപ്ലേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് പേടി തുടങ്ങി. ഒന്നാമത്തെ കാര്യം, വലിയ വലിയ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തുള്ളൊരു ഇതെനിക്കില്ല. അന്ന് എന്റെ ഏജ് വളരെ ചെറുതാ. എനിക്കൊരു 19 അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ 10 വർഷത്തോളം ആയോ സീരിയല് വന്നിട്ട്? 8-10 വർഷം ആയില്ലേ. അപ്പം ആ സമയത്ത് എനിക്ക് വലിയ ഏജും ഇല്ല. അപ്പൊ അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര പേടി തോന്നി. കാരണം എങ്ങനെ കൈകാര്യം ചെയ്യാം. എനിക്ക് ഫീൽ ആവുന്നത് ഒരു റീപ്ലേസ്മെന്റ് ക്യാരക്ടർ വരുന്ന സമയത്ത് ആളുകൾ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടക്കത്തില് ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് നല്ല ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു. ഈ മലയാളികൾക്ക് എപ്പോഴും മുടി അതിനോടൊക്കെ ഒരു ഇഷ്ടമാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ആക്ടിങ് കാരണമൊന്നും ആയിരിക്കില്ല, എന്റെ ചിലപ്പോ അപ്പിയറൻസ് കാരണം ചിലപ്പോ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയും നെഗറ്റീവ് പറഞ്ഞു തന്നെ പിന്നെ കൈയടിച്ചു. കുറെ ആൾക്കാര് ഇങ്ങനെ നേരിട്ടൊക്കെ കാണുമ്പോഴൊക്കെ നല്ല അഭിപ്രായം പറയും. ഈ നെഗറ്റീവ് ഒക്കെ വന്ന സമയത്ത് വിഷമം തോന്നി? നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ആരും ട്രോളില്ല. ഞാൻ മരിച്ചേനെ ചിലപ്പോ ട്രോള് കേട്ടിട്ട്. കാരണം എനിക്ക് ഇപ്പൊ ഞാൻ ചിലപ്പോ എപ്പിസോഡൊക്കെ എടുത്ത് നമുക്കിങ്ങനെ വരുമല്ലോ യൂട്യൂബിലൊക്കെ പഴയ എപ്പിസോഡ് വരുമ്പോ മാത്രമല്ല പഴയതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൈപ്പ് ആയത് പഴയ സീരിയൽ ചന്ദ്രമഴ തന്നെ. അതെ, അത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ തന്നെ എന്റെ ദൈവം ഞാൻ എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നി. നമ്മുടെ പഴയ ഫോട്ടോ ഒക്കെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോ ചിരിയാ വരുന്നത് അല്ലേ? അന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും അറിയത്തില്ല. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ ധാരണയില്ല, എങ്ങനെയാ മേക്കപ്പ് ചെയ്യേണ്ടെന്ന് അറിയില്ല. മേക്കപ്പ് ഞാൻ പഠിച്ചത് തന്നെ ആ ലൊക്കേഷനിൽ നിന്നാ. ആ ലൊക്കേഷനിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു, ക്യാമറ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ചു, മേക്കപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ആവേണ്ടതെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചന്ദനമഴ എനിക്ക് ശരിക്കും ഒരു സ്കൂൾ ഓഫ് ലേണിംഗ് ആയിരുന്നു ചന്ദനമഴ. ശരിക്കും ഈ സംസാരം നല്ല രസമുണ്ട് കേട്ടോ. ആണോ? ഭയങ്കര സ്പീഡിലല്ലേ ഒരു ഒഴുക്കുണ്ട്.
അപ്പൊ എനിക്കും ഭാവിയിൽ ചിലപ്പോ ആങ്കർ ആവും അല്ലെ? എന്നാ ഇപ്പുറത്തിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട, ചില അത്ര വയർ എന്നെ ഇപ്പൊ ഞാനൊന്നും അല്ല, അവിടെ ഭയങ്കര വയറലല്ലേ അല്ലെ? അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണേല്. ഈ ചന്ദനമഴ സീരിയലില് ക്യാരക്ടർ വൈസ് നോക്കുമ്പോ ബിന്ദുജയുടെ ഏറ്റവും ശത്രു ആരായിരുന്നു ക്യാരക്ടർ വൈസ്? ക്യാരക്ടർ വൈസ് വർഷ, ഈ അമൃത വർഷ തമ്മിലും. പിന്നെ ഒരാളെ കോൾ ചെയ്യാം, അന്നത്തെ ക്യാരക്ടർ ദേഷ്യം എല്ലാം പറഞ്ഞു തീർക്കാം. ഓക്കെ, എല്ലാം പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഇത്രയും ബിന്ദുജയ്ക്ക് ക്യാരക്ടറായിട്ട് ദേഷ്യം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ തീർക്കാൻ പോവാ. റെഡിയല്ലേ? പേടിച്ചിരിക്കോ? റെഡിയാണോ? കരയല്ലേ? അത്രയും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തോണേ. ഇതൊരു എക്സ്ക്ലൂസീവ്. കട്ട് ചെയ്തോ? റെഡി. ബിന്ദുജയ്ക്ക് പറയാനുള്ളത് എല്ലാം പറയാം. ഞങ്ങൾ ഒരു അവസരം ഒരുക്കി തരും. വേറെ ഒരു ചാനലും ഒരാളും ചെയ്യാത്ത അവസരം ബിന്ദുജിയാണ്, നമ്മുടെ ചങ്കാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ തരുവ കേട്ടോ. ഞങ്ങളുടെ കൊച്ചിനെ ആ ക്യാരക്ടർ അതിൻ്റെ അകത്ത് ചങ്ക് പൊട്ടുക ഇപ്പോഴും ആ സീനുകൾ ഓർക്കുമ്പോ. പിന്നെ ആളിവിടെ പേടിച്ചിരിക്കുക. ഫോൺ കൊടുക്കട്ടെ? പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ ഏറ്റവും വലിയ ശത്രു അല്ലെ ക്രൂരമായിട്ട് ചൊറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ റിയൽ ലൈഫ് എന്ന് ചോദിച്ചറിയാം. എന്തൊക്കെ പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശത്രുവാണ്. നമ്മള് നല്ല കൂട്ടാ. എനിക്ക് തോന്നുന്നു ലൊക്കേഷനില് അധികം ആരോടും ഞാൻ വലിയ അടുപ്പ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പുതിയ ആളല്ലേ, അപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്ന 1-2 പേരിൽ ഒരാളാണ് ഇയാള്. എത്ര വർഷമല്ലേ കണ്ടിട്ട്? സുഖം? വർഷമായി. അതെ. കണ്ടിട്ടില്ല. അപ്പൊ ഈ കോളിക്കൂടെ തന്നെ പറഞ്ഞു എന്തായിരുന്നു ക്യാരക്ടർ? അതെ, എനിക്ക് തോന്നുന്നു എനിക്കല്ല കൂടുതൽ ദ്രോഹം കിട്ടിയിട്ടുള്ളത്, മേഘനയ്ക്കാന്ന് തോന്നല്ലേ. മേഘനയായിട്ടാണ് കൂടുതൽ വില്ലത്തരം കാണിച്ചത്. ഞാൻ വന്നപ്പോഴേക്കും ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട് ബിന്ദുവിനെ ചെയ്തില്ലെന്നോ? എന്തുകൊണ്ട് ചെയ്തില്ല? കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു കോള് പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടുമില്ല. കാരണം ചന്ദ്രമഴയുടെ ആൾക്കാരെ ആരെയും കണ്ടിട്ടില്ല. ശരിക്കും സംസാരിച്ച് അടുത്ത് കഴിയുമ്പം ഇപ്പൊ പ്രേക്ഷകർ കണ്ടൊരു കഥാപാത്രമാണ് ശീതൾ അല്ലേ? ആ ശീതളാണോ ഈ ശീതള്? ഒട്ടുമല്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ ആക്ടേഴ്സിനെയും ആൾക്കാർ അങ്ങനെയാണ് കാണുന്നത്. പോസിറ്റീവ് ചെയ്യുന്നവരെല്ലാ ലൈഫിൽ പോസിറ്റീവ്, നെഗറ്റീവ് ചെയ്യുന്നവരെല്ലാം റിയൽ ലൈഫിൽ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് അവരുടെ ഒരു വിചാരം. പക്ഷെ പ്രേക്ഷകർ അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തുക. ഇത്രയും സിമ്പിൾ സിറ്റി ആയിട്ടും ഇത്ര ഇടപെടുന്ന ഒരു വ്യക്തി നമ്മുടെ മേഡം കേട്ടോ, ആനന്ദയാണ്. അപ്പം താങ്ക് യു. അയ്യോ, അങ്ങനല്ല. ആള് പാവമാകുമ്പോ ബിന്ദുജ വില്ലത്തിയാണെന്ന് കുറച്ചൊക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ബൈ. അപ്പൊ എങ്ങനെ തോന്നിയായിരുന്നു? കുറെ നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നത്? എന്ത് തോന്നി ആ ഒരു കഥാപാത്രവും സംസാരിക്കുന്ന സമയത്ത്? ശീതൾ നമ്മുടെ കഥാപാത്രത്തില് ശീതൾ ശരിക്കും സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷത്തിന് ശേഷം അവരൊക്കെ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. കാരണം ഞാൻ ഏകദേശം 1 വർഷത്തോളം അല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്നിട്ടും എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ചന്ദനമഴയിൽ കൂടെ ആളുകൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ആദ്യം പറഞ്ഞു എനിക്ക് ഈ സീരിയല് പോലും അറിയത്തില്ല, എല്ലാവരും കാണുമെന്നറിയാമെന്നതിലുപരി ഈ സീരിയൽ എത്രമാത്രം ഹൈപ്പ് ഉണ്ടെന്നോ ഹിറ്റ് ആണെന്നോ അറിയത്തില്ല. ഇതിൽ അഭിനയിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ആളുകൾ? അയ്യോ, ആൾക്കാര് നല്ലതും പറയുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ആൾക്കാർ നേരിട്ടോ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാരല്ലേ, നമ്മളെ മോശം പറയത്തില്ലല്ലോ. അപ്പം കൂടുതൽ ആൾക്കാർ നല്ലതാ പറഞ്ഞത്. മോളെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, മുടി നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, ഫ്രെയിമിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എനിക്ക് ചന്ദനമഴ ശരിക്ക് ഞാനെന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് എനിക്കൊരു ഐഡന്റിറ്റി തന്നത് ചന്ദനമഴ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നോട്ടുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? അതിനുശേഷം ഞാൻ തമിഴിൽ പോയി. തമിഴില് 2 സീരിയൽ തമിഴിൽ പോയി. തമിഴ് എനിക്ക് ശരിക്കും ചന്ദനമഴ കണ്ടിട്ട് തന്നെയാണ് വിളിച്ചത്. നമ്മുടെ
ഹോം മൂവി മേക്കേഴ്സ് സുജാത വിജയകുമാർ അതിന്റെ പ്രൊഡ്യൂസറാണ്. ഡയറക്റ്റ് എന്നെ വിളിച്ചു സീരിയൽ കണ്ടിട്ട്. അങ്ങനെ അവിടെ നിന്ന് തമിഴില് 2 സീരിയൽ ചെയ്തു. ഒന്ന് സൂര്യ ടിവിയില്, സോറി സൺ ടിവിയില്, വേറൊരെണ്ണം വിജയ് ടിവിയില്. വിജയ് ടിവി ചെയ്ത സീരിയൽ ഇവിടുത്തെ ശ്രീധനത്തിന്റെ റീമേക്ക് ആണ് ഞാൻ അവിടെ ചെയ്തത്. അത് ചെയ്തു. ഇപ്പൊ തെലുഗു ചെയ്യുന്നു. 3 വർഷമായി തെലുഗു ചെയ്തു. മലയാളം, തെലുങ്കു, തമിഴ് മൂന്നിടത്തും സിഗ്നേച്ചർ പതിപ്പിച്ചു. അപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ മൂന്നിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒരു ഡിഫറൻസ് എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മലയാളികളെക്കാൾ കെയർ ചെയ്യാനും അല്ലെ നമ്മൾ മലയാളികളെ ഈ തമിഴന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണോ? അതെല്ലാം ഇപ്പൊ നമ്മളിപ്പോ മലയാളി സംസാരിച്ച എങ്ങനെ മച്ചാനാവും. നമ്മള് തോളത്ത് കൈയിടുന്ന പോലത്തെ ഒരു ഇതാ അല്ലെ, ഭയങ്കര ഫ്രണ്ട്ലി ആവും ഇവിടെ. പക്ഷെ അവരെന്ന് പറയുന്നത് നമ്മളെ ഒരു അമ്മ, സഹോദരി, ദൈവം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ബഹുമാനമാണ്. നമ്മളെടുത്ത് അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് അവർ സംസാരിക്കത്തുള്ളൂ. ഇവിടെ പക്ഷെ നമ്മളൊരു 4 ദിവസം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് മേ ബി നമ്മള് ഒരേ ബന്ധം ഉണ്ടാവും. എനിക്ക് അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അവിടെ കുറച്ചുകൂടെ റെസ്പെക്ട്. അഭിനയത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും മലയാള സീരിയല്, തമിഴ് സീരിയല്, തെലുങ്ക് സീരിയല് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല. ലാംഗ്വേജിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാം സെയിം ആണ്. ഇപ്പോ എന്താ പറയണ്ടേ, പണ്ട് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അറിയത്തില്ല. പക്ഷെ ഇപ്പൊ എല്ലാം സെയിം ആണ്. എനിക്ക് വലിയ ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഓക്കെ, എനിക്ക് അഭിനയിക്കണം, ആളുകൾ തിരിച്ചറിയണം എന്ന ആഗ്രഹത്തിൽ വരുന്നു, ആളുകൾ തിരിച്ചറിയുന്നു. ഇനി ഏറ്റവും വലിയ ഡ്രീം എന്താ ബിന്ദുജയ്ക്ക്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഡ്രീം ആയിട്ടൊന്നുമില്ല. കുറച്ച് ട്രാവൽ ചെയ്യുക, സ്ഥലങ്ങളൊക്കെ കാണുക, ഉള്ള സമയം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം ബിന്ദുജയുടെ ഇൻസ്റ്റാഗ്രാമും സ്റ്റോറിയും കാണുന്നവർക്ക് അറിയാം, ഇപ്പൊ സീരിയൽ കട്ടിങ്സ് അല്ലാതെ ഫുള്ള് യാത്രകളാണ്. ഈ യാത്രകൾക്ക് പിന്നെ ഒരു കഥയില്ലേ ബിന്ദുജയ്? ഉണ്ട് കഥ. ശരിക്കും ഞാനിപ്പം ഏകദേശം 10-11 വർഷത്തോളമായി അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്ന് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയോ ദൈവത്തിന്റെ ഒരു ഇത് കൊണ്ട് തന്നെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പൊ നമുക്ക് വർക്കില്ലാണ്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ അധികം വന്നില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്ക് വന്നുകൊണ്ടിരുന്നു. 2 ലാംഗ്വേജ്, 2 സീരിയൽ ഞാൻ ചെയ്തു. അപ്പൊ 10 വർഷമായിട്ട് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 2 സീരിയൽ 30 ദിവസം കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ സീരിയൽ സെറ്റ് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ 2 സീരിയൽ വീതം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കെന്ന് പറഞ്ഞിട്ട് ഒരു ടൈം ഉണ്ടല്ലോ, നമ്മുടെ മീ ടൈം. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയിട്ടില്ല. ഒരു ടീനേജ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ലൈഫിൽ ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ഇപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ. ട്രാവൽ ചെയ്തത് മാക്സിമം എൻജോയ് ചെയ്യുന്നു. ഞാൻ കോളേജ് ലൈഫൊക്കെ എനിക്ക് മിസ്സായി പോയി ഷൂട്ട് കാരണം. കാരണം ഞാൻ 12th കഴിഞ്ഞപ്പോഴത്തേക്കും ഫീൽഡിലോട്ട് വന്നതാ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഗ്രാജുവേഷൻ പോലും ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. അപ്പം കോളേജിൽ പോലും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് എക്സാമിന് പോയി എക്സാം എഴുതി വരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോ വൺ സൈഡ് നമുക്ക് സീരിയലും നമുക്ക് ഫെയിമും കിട്ടിയപ്പോ അതർ സൈഡ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോയി. നമ്മുടെ വിനായകൻ ചേട്ടൻ പറയുന്ന പോലെ പ്രൊഫഷണൽ ആണ് സാറേ. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഏതൊരു കാര്യവും നല്ലതുണ്ടാവുമ്പോ അതേപോലെ അപ്പുറത്തെ ഒരു സൈഡില് എന്തെങ്കിലും നെഗറ്റീവും ഉണ്ടാവുമല്ലോ. ഞാനിത് നെഗറ്റീവായിട്ട് കാണുന്നില്ല, എന്നാൽ പോലും എനിക്ക് അങ്ങനെ ഒരു പോരായ്മ. ഫുൾ ബ്രേക്ക് എടുത്തേക്കുവാണോ? തെലുങ്ക് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ബാക്കി 15 ദിവസം ആഡ് ഷൂട്ടോ ഇതുപോലെ എന്തെങ്കിലും ഇന്റർവ്യൂയോ ഫോട്ടോഷൂട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഈ ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ വിഷമങ്ങളെ മറക്കാനും അല്ലെ നമുക്ക് എന്തെങ്കിലും വിഷമമായിട്ട് നമ്മൾ ഒരു പ്ലേസിൽ ഇരുന്നാല് ഈ യാത്രകൾ ഒരുപാട് അറിവുകൾ തരും, ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ തരും, ഒരുപാട് വിഷമങ്ങളെ മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ബിന്ദുജയ്ക്ക് എന്തോ പറയാനുള്ളത്? ശരിക്കും ഞാൻ ഇപ്പൊ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യത്തത് ഒരു ഫൺ ട്രിപ്പ് ആയിരുന്നു. ഇപ്പൊ വെരി റീസെന്റ് ഞാൻ കാശിക്ക് പോയി. കാശിയിൽ പോയി. ഞാനൊരു വലിയൊരു ഡിവോട്ടിയാണ് ശിവയുടെ. അതും ചെറുതായിരുന്നപ്പോ തൊട്ട് ശിവ എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. പക്ഷെ എന്നാലും ശിവ എന്താണ്, ശിവനിലോട്ട് കൂടുതൽ അടുക്കുന്നത് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ടാണ്. അപ്പം കാശിക്ക് പോകാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആളുകൾ കാശിക്ക് പോകുവാനും അതുപോലെ ഹിമാചൽ ഇത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മിക്കവരും പറയുന്നത് ഈ എത്തപ്പെടാൻ ബുദ്ധിമുട്ടായില്ലേ, പൈസയിലുപരി ഒരു നിമിത്തം. എനിക്ക് കാശിക്ക് പോകണമെങ്കിൽ നമ്മൾ ശിവനെ കാണാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ശിവൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കണം. യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇത്രയും നാളായിട്ട് പോകാൻ തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് എത്തിപ്പെടാൻ പറ്റി.
ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല, സുഖമായിട്ട് പോയി സുഖമായിട്ട് കണ്ടുവന്നു. അപ്പൊ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, ശരിക്കും എന്നെ കാണാൻ ശിവനും ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ കാശിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു വൈബ് അറ്റ്മോസ്ഫിയർ ആ ഒരു കാര്യം ശരിക്കും അവിടെ പോയി കണ്ടതിന് ശേഷം നമ്മള് ഈ കുറെ ആൾക്കാരുണ്ടല്ലോ പൈസയ്ക്ക് വേണ്ടി, ഈ ഫെയിമിന് വേണ്ടി, പലതിനും വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ പോയി കണ്ട് അവിടുത്തെ ഒരു വൈബൊക്കെ അനുഭവിച്ചു കഴിയുമ്പോഴേ ശരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, ഇപ്പൊ മരിച്ചു പോകുന്നു. ആരെപ്പോഴും മരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ലൈഫിൽ എന്ത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാം, മരണം ഒരിക്കലും പ്രഡിക്റ്റ് പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ഈ അടക്കി പിടിച്ചിരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഒന്നുമില്ല. ഞാൻ കാശിക്ക് പോകാൻ വേണ്ടി പോകുന്ന ദിവസം എയർപോർട്ടിലിരിക്കും. എനിക്ക് ഹൈദരാബാദിൽ നിന്നായിരുന്നു കണക്റ്റിംഗ് ഫ്ലൈറ്റ്. അപ്പൊ എനിക്കൊരു 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ലോഞ്ചിൽ ഇരിക്കുക. പെട്ടെന്ന് എനിക്ക് ഒരു ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മെസ്സേജ്, എനിക്ക് പരിചയമുള്ള മോഹന ചേച്ചി, മോഹന വിജയൻ മേക്ക് ഓവർ സ്റ്റുഡിയോ, മെസ്സേജ് വന്നു, എടാ നമ്മളുടെ ഷാനി നമ്മളെ വിട്ടുപോയി. ഷാനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ജുവലറിയും കാര്യങ്ങളും ഒക്കെ തരുന്ന ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി മരിച്ചു എന്നുള്ള മെസ്സേജ് കണ്ടു. അപ്പൊ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല, എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ മെസ്സേജ് ചെയ്യുന്നതിനെക്കാട്ടി ഞാൻ വിളിച്ചു, അവിടെ ഇരുന്നിട്ട് ഞാൻ വിളിച്ചു, ചേച്ചി എന്താ സംഭവം, എന്താ പറ്റിയെന്ന് വെച്ചപ്പോ തലേം ദിവസം വെളുപ്പിനോ രാത്രിയിലോ എന്തോ പുള്ളിക്കാരത്തി സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അങ്ങനെ പറഞ്ഞു, ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ നാട്ടിലില്ല, ഞാനിപ്പോ ഹൈദരാബാദാ, ഞാൻ ഇവിടെ നിന്ന് കാശിക്ക് പോവുക. ശരി, നീ പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചേക്ക്, ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തലേ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു വീഡിയോ, എന്റെ ഒരു പേഴ്സണൽ വീഡിയോ. പുള്ളിക്കാർക്ക് 6:30 ആ വീഡിയോ കണ്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു 6:30 കണ്ടിരിക്കുന്നു. 8:30 9 മണിക്കാണ് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത്. അതിന് മുന്നേ വരെ ഷാനി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് മരിച്ചു പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ശരിക്കും മരണം എന്ന് പറയുന്നത് ആർക്ക് വേണോ എപ്പോഴും വേണോ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഒരു ദേഷ്യം, വെറുപ്പ്, ഒന്നിന്റെ ഒരു ശത്രുത, ഒന്നിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ നോക്കി ചിരിക്കാൻ വരെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊന്നും ഒരാവശ്യമില്ല. രണ്ട്, നമ്മൾ ലൈഫിൽ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ യാഥാർത്ഥ്യത്തിൽ വട്ടപ്പൂജയുക. തീർച്ചയായിട്ടും ഒന്നുമല്ല നമ്മള്. ഞാൻ അവിടെ അഗോരി ഫൗണ്ടേഷനിൽ പോയി, അവിടുത്തെ കുറെ സ്വാമിമാരായിട്ട് സംസാരിച്ചു. അവിടെ ഉള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലും കാര്യങ്ങളിലും ഒക്കെ കുറച്ച് വിസിറ്റ് നടത്തി. അപ്പം എന്തോ ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സന്തോഷം മൊത്തത്തില്. ഈ ശിവന്റെ അടുത്ത് പോയി കഴിഞ്ഞാല്, ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് ഞാൻ കേട്ടു. ഞാൻ പോയിട്ടില്ല. ആ പോയ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ പറഞ്ഞു. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നു, അവിടെ പോയി ഇറങ്ങുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് കാലഭൈരവ ക്ഷേത്രത്തിലാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ പോയതിനു ശേഷമേ അവിടുത്തെ മെയിൻ ക്ഷേത്രത്തില്, വിശ്വനാഥ ക്ഷേത്രത്തിൽ പോവാകുന്നുള്ളൂ. അപ്പൊ തലേന്ന് ഞങ്ങൾ പോയ ദിവസം തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി. അടുത്ത ദിവസം ഞങ്ങൾ ഗംഗയിൽ കുളിച്ചിട്ട് ഗംഗയിൽ നിന്നാണ് നേരെ വിശ്വനാഥ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ഗംഗയിൽ ഇങ്ങനെ നമ്മള് ബോട്ടിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ. നമ്മള് ബോട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഘാട്ട് ഉണ്ട്. അവിടെ ഒരു സ്ഥലം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സൈഡില് ശവങ്ങൾ ഇങ്ങനെ കത്തിക്കുവാണ്, മനുഷ്യ ശരീരം കത്തിക്കുവാണ്, ഡെഡ് ബോഡീസ് കത്തിക്കുവാണ്. അപ്പൊ അതിലിങ്ങനെ ഗൈഡ് ഉണ്ടല്ലോ, അയാളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ദിവസം 150 ശരീരമാണ് അവിടെ ദിവസവും കത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു 24 മണിക്കൂർ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ദിവസവും ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ ദിവസവും. അപ്പൊ ആലോചിച്ചു നോക്കി, എത്ര മരണമാണ് ഒരു ദിവസം നടക്കുന്നത്, നമ്മൾക്കറിയില്ല അത്, അല്ലേ? അപ്പൊ നമ്മളുടെ ബന്ധുക്കളോ നമ്മൾക്ക് അറിയാവുന്നവരോ മരിച്ചാൽ മാത്രമല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം 150 കൂടുതൽ മരണം ഒരു ദിവസം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ ഡെഡ് ബോഡീസ് കത്തിക്കുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ നമ്മളും ഇതുപോലെ ഒരു ദിവസം അവിടെ കത്തുമല്ലോ, എവിടെയെങ്കിലും കത്തിത്തീരേണ്ട ഒരു ശരീരമല്ലേ. അങ്ങനത്തെ കുറെ റിയലൈസേഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ തോന്നി എനിക്ക്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കഥകൾ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്ലേസും കൂടി കാശി. തീർച്ചയായിട്ടും പോയിരിക്കണം. ഞാനിപ്പോ പോയി വന്നതിന് ശേഷം ഞാനിപ്പോ ആരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കാശിയിൽ വിസിറ്റ് ചെയ്തിരിക്കണം. ഒരുപാട് പഠിക്കുമല്ലേ നമ്മള് ജീവിതത്തിൽ. തീർച്ചയായിട്ടും. നമ്മുടെ ദേഷ്യവും നമ്മുടെ വാശിയും ഒന്നും പെർമനന്റ് അല്ല. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ലൈഫ്. ഓക്കെ, ബിന്ദുജ എന്ന ആക്ട്രസ് അവിടെ പോകുമ്പോൾ
ഒരു മനുഷ്യ ശരീരം തന്നെയാണ് അവിടെ. അവിടെ ആക്ട്രസ് ഒന്നും ഇല്ല, നടൻ നടി ഫെയിം ഒന്നും ഇല്ല. ലൈഫിൽ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമല്ലോ അല്ലേ, ആ ചിന്തയില് മനസ്സിൽ തട്ടിയ ഒരു കാര്യം ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്കിങ്ങനെ വന്നു പോകുമല്ലോ, നമ്മളുടെ വിഷമങ്ങളായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നത്. അങ്ങനെ എടുത്തു പറയാനായിട്ട് എന്തുവാ പ്രത്യേകിച്ച് ഒന്നുമില്ല. കണ്ണുകൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഹ്യൂമൻസ് അല്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ ലൈഫ്. അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. ജീവിതത്തിൽ കരയേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാൻ കരയില്ല. പേഴ്സണൽ ലൈഫിൽ ഞാൻ കരയില്ല. ആ കണ്ണീരെല്ലാം ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ കരയേണ്ട സീൻ വരുമല്ലോ, അപ്പോഴും ഗ്ലിസറിൻ ഇല്ലാതെ അങ്ങ് കരയും. ഗ്ലിസറിൻ അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ജീവിതത്തിൽ കരഞ്ഞിട്ട് ആര് കാണാൻ, ആര് കാണിക്കാനാ, ആരും നമ്മൾക്ക് ഒരു സമാധാന വാക്കും പറയത്തില്ല. അപ്പൊ വേസ്റ്റ് അല്ലോ, ഒറ്റയ്ക്കാ. അതിലും എനിക്ക് ഒരാളെ കാണിച്ച് കരയുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ കണ്ണുനീരെല്ലാം ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ആക്ടിങ്ങിലും ഞാനങ്ങ് ഉപയോഗിക്കും. അതാകുമ്പോഴത്തേക്ക് 10 പേര് കാണുന്നതല്ലേ, നമ്മുടെ കണ്ണിലുണ്ടെന്നല്ലേ ഉണ്ട്. അപ്പൊ തെലുങ്കില് ഞാനിപ്പോ അഭിനയിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരച്ചില് സീനൊക്കെ വരുമല്ലോ, അപ്പൊ അവര് പറയും ടാപ്പ് ഓപ്പൺ ആക്കിക്കോ, അടുത്ത സീന് കരയാനുള്ളതാണ്. ഓക്കെ, ബിന്ദുജി മോഡലിംഗിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുമ്പോഴും മനസ്സിൽ തട്ടിയ കമന്റുകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഞാൻ ചോദ്യം കണക്ട് ചെയ്യുകയാണ്. പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പം ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത ഒരുപാട് ആളുകൾ സപ്പോർട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്ത് നീ ഇങ്ങനെ ഡ്രസ് ഇടല്ലേ, ഇന്നത് ഇടാവൂ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും, കാലഘട്ടം 2020 ആയെങ്കിലും ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? അത് അവരുടെ അഭിപ്രായമാണ്. ഇപ്പം ഞാനിപ്പോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എക്സ്പോസ് ചെയ്ത ഒരു വീഡിയോ ഇടുമ്പോഴും അതിന്റെ അകത്ത് ഇങ്ങനെ താഴെ വന്ന ആൾക്കാർ കമന്റ് ചെയ്യും, ഒരു ദിവസം എത്രയാ റേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കിട്ടുവോ, അത് കൊള്ളാവല്ലോ, ഇത് കൊള്ളാവല്ലോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിനക്ക് ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ക്യാമറയ്ക്ക് മുന്നിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്. എന്റെ ബോഡിക്ക് അത് ചേരുന്നു, എനിക്ക് ഓക്കെയാണ്, ഞാൻ ധരിക്കുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ അങ്ങനെ തോന്നുമ്പോഴത്തേക്ക് ഞാൻ ചിലത് റിയാക്ട് ചെയ്യും, ചിലത് ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യാറില്ല. കാരണം അവരുടെ ഒരു കഴപ്പ് അവരങ്ങനെ പറഞ്ഞു തീർക്കുന്നു, ഞാൻ ചെയ്തോട്ടെ. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ പെട്ടെന്ന് ആ ഒരു ടൈമിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട്, കമന്റ്സിലാണെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണോ അത് അതുപോലെ തന്നെ പറഞ്ഞു കേട്ടോ. എന്റെ ഫോട്ടോ തന്നെയാണ്. പിന്നെ എന്നെ ഞാൻ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലേതോ ഒരു ഫോട്ടോയിലാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞിപ്പയ്യനാണെന്ന് തോന്നുന്നു കമന്റ് ചെയ്തത്. ആ കമന്റ് ഞാൻ എടുത്തിട്ട് സ്റ്റോറി ആക്കി ഞാൻ റിപ്ലൈയും കൊടുത്തു. കറക്റ്റ് എനിക്ക് എന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എന്തോ റിലേറ്റഡ് ഇത് തന്നെ, ഒരു ദിവസത്തിന് എന്താ റേറ്റോ അങ്ങനെ എന്തോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേ ചോദ്യം നീ നിന്റെ അമ്മയോട് ചോദിക്കോ, നിന്റെ വീട്ടിലുള്ള സഹോദരിയോട് ചോദിക്കോ? ചോദിക്കില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു കമന്റ് റിപ്ലൈ കൊടുത്തിട്ട് അത് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറിയിൽ. പിന്നെ എന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് മറവി ഇച്ചിരി കൂടുതലാണ്. ആയിരിക്കണം. മറവി എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. സാധാരണ ആൾക്കാർ അങ്ങനെ മറക്കാറില്ലല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നാലും ബിന്ദുജയുടെ ഉള്ളിന്റെ ഉള്ളിൽ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. എന്താ ഉദ്ദേശിക്കണേ? അതെ, ബ്രേക്കപ്പ്, ലവ് അഫെയർ അങ്ങനത്തെ എന്തെങ്കിലാണോ? ഇപ്പൊ ഇത്രയും വർഷമായി ഇതുവരെ ഞാൻ ലവേ ചെയ്തിട്ടില്ല, എനിക്ക് റിലേഷനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്നെ അടിക്കും. കാരണം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി പോയി. അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ കുറെ ഇഷ്യൂസ് കൊണ്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട്. ഇല്ല, മാക്സിമം ഓർക്കാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ, 1.5 വർഷത്തിന് മേലെയായി എനിക്ക് ആങ്സൈറ്റി പോലത്തെ ഒരു ഇഷ്യൂ വന്നു. അല്ല, എന്റെ പാസ്റ്റ് കാരണങ്ങൾ തന്നെ എന്റെ ഇങ്ങനെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും കൊണ്ട് എനിക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് ആ പെയിൻ താങ്ങാൻ പറ്റില്ല. ആങ്സൈറ്റി വരുമ്പോഴത്തേക്ക് ഒരു ഷിവറിങ്, നമുക്ക് ഈ ഫിക്സ് വരില്ലേ, ഫിക്സ് വരുന്നത് പോലെ വേറൊരു ഇതാണ്. നമുക്ക് ഹാൻഡൊക്കെ ഇങ്ങനെ ഷിവർ ആവും, നമ്മുടെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോവും, കൈയും കാലും ഒക്കെ.
അപ്പൊ അങ്ങനെ എനിക്ക് ഒന്ന് കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം വരാനുണ്ടായ കാരണം ഡിപ്രഷൻ. ഡിപ്രഷൻ ഈ ഡിപ്രഷൻ എന്നൊരു വാക്കിൽ ഒതുക്കാതെ അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. സത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മള് ആക്റ്റീവ് ആയിരിക്കും, നമ്മൾ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ബ്ലാങ്ക് ആയിരിക്കും. ഡിപ്രഷൻ അങ്ങനെ പറയാൻ തോന്നുന്നു. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അറിയാം, അത് വല്ലാത്തൊരു പെയിൻ ആണ്. നമുക്ക് നമ്മളെ തന്നെ ഔട്ട് ഓഫ് ദാറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഇരുട്ടുള്ള മുറിയിൽ അടച്ചിട്ടിട്ട് ഇടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ മൊത്തത്തില് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട് ഓഫ് ദാറ്റ് നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക് ലൈഫില്. അപ്പം ഈ ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ആ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ബോഡിയിലും അതൊരു പെയിനാണ്, മെന്റലി ഫിസിക്കലി ഒക്കെ അതൊരു പെയിനാണ്. അപ്പൊ അത് നമ്മുടെ അച്ഛൻ കാണുന്നു, അമ്മ കാണുന്നു, നമ്മളെക്കാട്ടി അവര് വേദനിക്കുമല്ലേ ഇത് കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു, എന്തിനാണ് അവരെയും കൂടി വിഷമിപ്പിക്കുന്നത്, നമ്മൾ ഇതിന് ഔട്ട് വരണമല്ലോ. അപ്പൊ ഞാൻ മാക്സിമം എന്നെ ഇങ്ങനെ കുറെ പറഞ്ഞു ഞാനിങ്ങനെ ഔട്ട് ഓഫ് ദാറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഐ എം ഔട്ട് ഓഫ്. അതെ, നമ്മളെ ലൈഫിൽ ഒരാളെ സ്നേഹിക്കുന്ന ടൈമിൽ നമ്മൾ വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും എന്റെ ലൈഫിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ഒരു വ്യക്തി കൂടെ കാണും. നമ്മളുടെ മൈൻഡ് ചേഞ്ച് ആവാം. ഇന്ന് നമുക്ക് ഒരു സാധനം ഇഷ്ടമാണ്, നാളെ നമ്മൾക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോ വേണോ ചേഞ്ച് ആവും. അതുപോലല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളും, അയാളും ഹ്യൂമൻ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ഒരാളിൽ നിന്ന് ലൈഫ് ലോങ് ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നത് കറക്റ്റ് അല്ലേ? ശരിക്കും അത് തന്നെ ഒരു നമ്മൾ ഒരാളിൽ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ശരിക്കും എക്സ്പെക്ടേഷൻ കിൽസ്. ഒരാളിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മരണത്തിന് തുല്യമാണ്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം മനസ്സിലാക്കുന്നു. അത് അന്ന് ചെയ്തത് കൊണ്ടാണ് മേ ബി നമ്മൾ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള റിയലൈസേഷനിലാണ് ഞാനിപ്പോ. ഇപ്പൊ അതുകൊണ്ട് ഞാൻ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലൈഫിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ പാഠങ്ങളാണ്. തീർച്ചയായിട്ടും ലൈഫ് നമുക്ക് ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ തരും. നമ്മളത് പഠിക്കണം, അത്രേ ഉള്ളൂ. ശരിക്കും നമ്മളുടെ നേച്ചർ തന്നെ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോ പാഠങ്ങൾ തന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കി കാണണം, കണ്ട് പഠിക്കണം. അത് ലൈഫിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നല്ലേ? എനിക്കോ? ഇല്ല, എനിക്ക് ശരിക്കും പറഞ്ഞ സൗഹൃദങ്ങൾ കുറവുള്ള ഒരാളാണ് ഞാൻ പണ്ട് മുതൽക്കേ. അതിന്റെ കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമില്ല. കാരണം ഞാൻ 12th കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫീൽഡിലോട്ട് വന്നു. ഫീൽഡിൽ നമ്മളിപ്പോ ഒരു സീരിയൽ ചെയ്യുന്നു, ഒരു വർഷം ആ ഒരു കോണ്ടാക്ട് കാണും. അത് കഴിഞ്ഞ് അടുത്ത സീരിയലിൽ പോകുന്നു, അവരും ബിസി ആവുന്നു, നമ്മളും ബിസി ആവുന്നു. ഞാൻ കോളേജിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ കോളേജിൽ പോയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കോളേജ് ഫ്രണ്ട്സ് ഒക്കെയാണ് നമുക്ക് ലൈഫ് ലോങ് ഒരു 10 പേരുണ്ടെങ്കിൽ അതിലൊരു 2 പേരെങ്കിലും നമ്മളുടെ കൂടെ കുറച്ച് നാൾ കാണും, ട്രാവലിംഗിൽ കാണും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ എന്റെ ടൈം ടീനേജ് പ്രായം അല്ലെങ്കിൽ എന്റെ നല്ല പ്രായങ്ങൾ മൊത്തം സ്പെൻഡ് ചെയ്തത് സീരിയലിലാണ്. ഓരോ സീരിയലിലോട്ട് പോകുമ്പോഴത്തേക്കും അപ്പൊ എല്ലാവരും ഫ്രണ്ട്സാ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും അവരവരുടെ ലൈഫിൽ ബിസി ആവും, നമ്മൾ നമ്മളുടെ ലൈഫിൽ ബിസി ആവും. ഒരുപാട് കുട്ടികള് ഇന്ന് പ്രണയിച്ച് ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. പ്രണയിക്കുന്നു, ബ്രേക്കപ്പ് ആവുന്നു, എന്റെ ലൈഫിനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ബിന്ദുജിയുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് എന്തോ പറഞ്ഞു കൊടുക്കാറുണ്ട്? ശരിക്കും നമ്മള് എന്തിനു വേണ്ടിയിട്ടാണോ ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാണ് നമ്മുടെ പാരന്റ്സ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ട് ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അത് വിഡ്ഢിത്തമല്ലേ ശരിക്കും? ചിലപ്പം അത്രയും ആത്മഹത്യ ചെയ്യുന്ന ആൾ അത്രയും പ്രണയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ആ ഒരു ഡിസിഷനിലോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എവിടെ ട്രാവൽ ചെയ്തോണം. അതെ, നമ്മൾ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യുക ആ ഒരു മൈൻഡ്. ഇപ്പം സാധാരണ സ്റ്റഡീസിൽ വരെ പറയുന്നുണ്ട്, നമ്മളുടെ ഈ സെൽസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പുതിയ സെൽസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയോ മാസത്തോളം നമുക്കൊരു ഓർമ്മ കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അതുവരെ നമ്മൾ മറന്നു പോകുന്ന പറയണേ. അപ്പൊ ആ ഒരു ഫേസ് ആണ്, ആ ഒരു സമയം നമ്മൾ കടക്കുവാണെങ്കിൽ നമ്മൾ ജയിച്ചു. ആ ഒരു ടൈമിലാണ് നമ്മൾക്ക് ഇങ്ങനെ പല പല തോട്ട്സ് വരുന്നത്. ആ ഒരു ടൈം നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ആർ ഔട്ട് ഓഫ് ദാറ്റ്. ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ ബിന്ദു തന്നെ ചിന്തിക്കും, ഇത് ഞാൻ തന്നെയാണോ ഇവിടെ ഇരുന്ന് ഞാനൊക്കെ പറയുന്നു. ഇതൊക്കെ ഞാൻ ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന
കാര്യങ്ങളാണ് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബിന്ദു ഇനി ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഇനി ശരിക്കും പറഞ്ഞ സ്വപ്നമൊന്നുമില്ല. ഞാൻ എന്റെ ലൈഫ് എന്ന് പറഞ്ഞ എങ്ങനെ പോകുന്നോ അങ്ങനെ അങ്ങ് ഈ പൊക്കോണ്ടിരിക്കും. കടലിലെ വെള്ളം പോലെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എന്റെ ലൈഫിൽ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല എനിക്ക് കിട്ടിയത്. കിട്ടിയതെല്ലാം ബെസ്റ്റ്. ഇതുവരെ കിട്ടിയതെല്ലാം ബെസ്റ്റ് ആയിരുന്നേ. എനിക്ക് ഇതുവരെ കിട്ടിയതെല്ലാം എനിക്ക് ബെസ്റ്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും എനിക്ക് ബെസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിനും കൂടുതൽ ഉണ്ടാവും, പക്ഷെ എനിക്ക് കിട്ടിയതിൽ ഐ എം സാറ്റിസ്ഫൈഡ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ എനിക്ക് വന്നു ചേർന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതെല്ലാം അൺപ്ലാൻഡ് ആയിരുന്നു. അപ്പൊ എത്രമാത്രം ഒരു ഫാക്ടർ ഉണ്ട് ലക്ക്? എന്റെ ലൈഫിൽ ലക്കിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് എല്ലാവരിലും ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ലക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ട്, അതിനോടൊപ്പം നമ്മൾക്ക് ലക്ക് ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ സെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കത്തില്ലേ? നിനക്ക് നല്ലൊരു ജോലി എടുത്ത് ജീവിച്ചൂടെ? നീ എന്തിനീ സിനിമയുടെ പുറകെ നടക്കുന്നു, സീരിയലിന്റെ പുറകെ നടക്കുന്നു? അങ്ങനെ പറയുന്നവരോട് എന്താണ് ബിന്ദുജയ്ക്ക് പറയാനുള്ളത്? അതിലിപ്പുറം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്ന നല്ല സുഖമല്ല. അതെ, തീർച്ചയായിട്ടും. ഇനി ബിന്ദുജ ഞാൻ ഇനി ഇരുന്ന് ഞാനും പറയണം എന്നാണ് ഈ പറയുന്നത്. ഇത്രയും ആൾക്കാർ ഈ പെണ്ണിന് എന്തിന്റെ കേടായി? എല്ലാം പക്കാ കാര്യങ്ങൾ ആണോ? കറക്റ്റ് ആണോ? കറക്റ്റാ. പിന്നെ ഇന്റർവ്യൂ നോക്കുമ്പോഴറിയാം ഞാൻ ഇനി എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്. അയ്യോ ശരിക്കും എന്താ ചോദിച്ചേ? നേരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നടക്കണം. മുങ്ങാനാവുമ്പോ വിളിച്ചാൽ മതി. നിനക്ക് ഇതിന്റെ പരിപാടി, നിനക്ക് ആവശ്യം ഉണ്ടോ? നിനക്ക് വല്ല 4 അക്ഷരം പഠിച്ചാൽ പോരെ? ഇതിനൊക്കെ ആരെങ്കിലും വിടുവോ എന്ന് ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതോ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ചിലപ്പോൾ അത് പൈസയിൽ നമുക്ക് കിട്ടണമെന്നില്ല, നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നമുക്ക് കിട്ടണമെന്നില്ല. അറ്റ് എൻഡ് ഓഫ് ദ ഡേ എന്താണ് ഹാപ്പിനെസ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടിയിട്ട്. ബിന്ദുജിയുടെ മുന്നിൽ 2 ഓപ്ഷൻ തരുവാ. പൈസക്കാണോ വാല്യൂ കൊടുക്കുന്നത്, ഹാപ്പിനെസ്സിനാണോ വാല്യൂ? ഹാപ്പിനെസ്സിന്. ചിലപ്പോ കുറെ പൈസ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് സന്തോഷം ഇരിക്കുന്ന നിമിഷം ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്റെ ലൈഫിൽ ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യും. കാരണം ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ദിവസം കിട്ടില്ല. ഇന്നത്തെ പോലെ അല്ലല്ലോ നാളെ. ഇന്ന് ഞാൻ എവിടെ ഇരിക്കുന്നു, നാളെ ഞാൻ എവിടെ ഇരിക്കും, എങ്ങനെയായിരിക്കും എന്റെ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഇരിക്കുന്ന മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യും. ഞങ്ങളുടെ ക്രൂ ആണെങ്കിൽ പോലും ഓരോ നിമിഷം ഞങ്ങൾ ഇന്റർവ്യൂ കഴിയുമ്പോൾ എൻജോയ് ചെയ്യും. വേണം, അതും വേണം, വേണം. പിന്നെ ക്ഷീണിച്ചിരിക്കുമ്പോ അല്ലേ ഞാനാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എനിക്ക് വല്ല ചായ വെള്ളം മേടിച്ചു തരുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതില്ല. ചായ വേണം, കളർ വേണം, കട്ടൻ ചായ വേണ്ട, പാൽ ചായ മതി. അപ്പൊ ബിന്ദുജെ, നമ്മോട് ഇത്ര നേരം സംസാരിച്ചു. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം നമ്മളൊരു ചോദ്യം ഉത്തരം പോലല്ല, അതൊരു കട്ട ചങ്ക്സ് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ ഉണ്ടായി. അപ്പൊ മച്ചാനെ, ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഇതുവരെ പോയ ട്രിപ്പ് അല്ല, ഇനി അടിച്ചടിച്ച് കയറി പോട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.